ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നലെ ഞങ്ങളുടെ സ്റ്റീവ് കുട്ടൻ്റെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ആദ്യ കുർബാന സ്വീകരണമാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ചെറിയൊരു പാർട്ടി കേട്ടോ. ഞങ്ങളുടെ കസിൻസ് മാത്രം കുറച്ച് അടുത്തുള്ളവരും മാത്രം വന്നിട്ടുള്ള ഒരു ചെറിയൊരു പരിപാടി കേട്ടോ. കൂടുതൽ ആരും വിളിച്ചൊന്നുമില്ല. പിന്നെ മാത്രമല്ല, കാലാവസ്ഥയൊക്കെ ഭയങ്കര മോശമായിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ ഡേ മഴ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആകെ ഒരു സുഖമില്ലായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹിച്ച് വീടിൻ്റെ അകത്ത് ചെറിയ രീതിയിലൊക്കെ നമ്മൾ പരിപാടി നടത്തി. ദൈവാനുഗ്രഹിച്ച് കുഴപ്പമില്ലാതെ നടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഭയങ്കര പണിയായിരുന്നു കേട്ടോ. നമ്മൾ അറിയാമല്ലോ, ഒരു പരിപാടി വെക്കുന്ന മുന്നേ നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ എല്ലാ ദിവസവും കഴുകുന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കുറച്ചും കൂടെ വൃത്തിയാക്കണമല്ലോ കൂടുതലും. അപ്പോൾ ഒരു ഊഞ്ഞാലും മേടിച്ചു. അപ്പോൾ പിള്ളേരത്ത് ഇരുന്ന് ആടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ നമ്മുടെ പൂക്കളുകളും കാര്യങ്ങളൊക്കെ കുറേ ചട്ടികൾ ഒക്കെ പുതിയത് മേടിച്ചു. അതിനകത്ത് കുറേ ജമന്തി, പലതരത്തിലുള്ള ജമന്തികളും റോസകളും ഒക്കെ നമ്മൾ നട്ടു വെച്ചു കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ കാണാനല്ലേ. മാത്രമല്ല, ഇവിടെ സമ്മറാണ്. സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ, ചെടികളെല്ലാം മേടിച്ച് നമ്മുടെ ഗേറ്റിലും ഫെൻസിലും ഒക്കെ തൂക്കിയിട്ട് നല്ല ഭംഗി കേട്ടോ. നമ്മുടെ ഗാർഡൻ കാണാൻ വളരെ സൂപ്പറായി. എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ജമന്തിക്കൊക്കെ നല്ല സ്മെല്ലും ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടില്ലേ, ഈ തിരുഹൃദയ ചെടി പോലെ നമ്മുടെ നാട്ടിലത്തെ തിരുഹൃദയ ചെടിയുടെ ഒരു ലുക്കില്ലേ. അപ്പോൾ അതൊക്കെ കുറേ കുറേ നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ നനച്ച്, പിന്നെ വെള്ളം കൂടുതൽ നനയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പിന്നെ അതിനകത്തുള്ള കളകളും കാര്യങ്ങളൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ രാത്രിക്ക് പിള്ളേരെല്ലാം കിടന്നുറങ്ങിയ ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ കൂടി നമ്മുടെ ബലൂണുകളെല്ലാം വീർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങായിരുന്നു കേട്ടോ. ഇത് പറയുന്ന പോലെയല്ല, ഒന്നോ രണ്ടോ വീർപ്പിക്കുന്ന പോലെയല്ല, ഇത് മുഴുവൻ വീർപ്പിച്ച് ഈ ഒരു രീതിയിൽ എത്തിക്കുന്നതിന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തുമാത്രം കഷ്ടപ്പാടല്ലേ നമുക്ക് ഈ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നത്. ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. പിന്നെ ഇതാണ് നമ്മൾ ഫസ്റ്റ് കമ്പനി. പിന്നെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ പാട്ടൊക്കെ പാടുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ അതിന് ശേഷം ഞങ്ങളും കസിൻസും എല്ലാവരും കൂടെ നമ്മുടെ ട്രാഫോർഡ് സെൻറ്ററിൽ പോയി. അപ്പോൾ ട്രാഫോർഡ് സെൻറ്ററിൽ പോയിട്ടുള്ള ചെറിയ വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല സീനറിയും കാര്യങ്ങളും, പിന്നെ ഫുള്ള് ലൈറ്റിങ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മാത്രമല്ല, സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഈ ഇതുപോലത്തെ മാളുകളിലൊക്കെ. അവിടെയൊക്കെ കണ്ടു. കുറേ ഫുഡൊക്കെ കഴിച്ച്, ഡോണറ്റ്സും കാര്യങ്ങളും, പിന്നെ കുറച്ച് ഫുഡ്, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരമായപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഫാമിലിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു എൻജോയ്മെൻ്റ് അല്ലേ. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ സാരി ഉടുക്കാൻ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാനൊരു രീതിയിൽ അങ്ങ് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.